ഹരേ കൃഷ്ണ. അജാമിള മോക്ഷം തുടരുന്നു. അജാമിളൻ തന്റെ പാപകർമ്മങ്ങളുടെ ഫലമായി പാപിയും ദുർബുദ്ധിയുമായി തീർന്നുവെങ്കിലും അവസാന നിമിഷത്തിൽ അവൻ ഭഗവത് നാമം ഉച്ചരിച്ചതിനാൽ 4 വിഷ്ണു പാർഷദന്മാർ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം അരുളി ചെയ്തു: അജാമിള, ഭയപ്പെടേണ്ട. നീ സങ്കടത്തോടെ വിളിച്ച വിളി ഭഗവാൻ വൈകുണ്ഠത്തിൽ കേട്ടു. അതിനാൽ ഭഗവാൻ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു പാർഷദന്മാർ യമകിങ്കരന്മാരോട് പറഞ്ഞു: നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തെ കാലപാശത്താൽ ബന്ധിക്കുന്നത്? ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല. ഉടനെ യമകിങ്കരന്മാർ പറഞ്ഞു: ഞങ്ങൾ യമധർമ്മ രാജാവിന്റെ കിങ്കരന്മാരാണ്. പാപിയായ ഇവനെ യമപാശത്താൽ ബന്ധിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കടമ നിറവേറ്റാൻ നിങ്ങൾ തടസ്സം നിൽക്കരുത്. ഉടനെ ഭഗവത് പാർഷദന്മാർ പറഞ്ഞു: നിങ്ങൾ എന്തു ധർമ്മമാണ് നിർവഹിക്കുന്നത്? നിങ്ങൾക്കറിഞ്ഞുകൂടെ ഏത് പാപത്തിന് ഏത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടതെന്ന്? എത്ര കൊടിയ പാപിയായിരുന്നാലും തന്റെ അവസാന നിമിഷത്തിൽ ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ, ഭഗവത് നാമം ഉരുവിടുകയാണെങ്കിൽ അവന് എല്ലാ പാപത്തിൽ നിന്നും ഭഗവാൻ തന്നെ മോചനം നൽകും. ഇവനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം അവസാന നിമിഷത്തിൽ അവൻ നാരായണന്റെ നാമം ഉച്ചരിച്ചതിനാൽ അവന്റെ എല്ലാ പാപങ്ങൾക്കും അവൻ പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. കേട്ടപ്പോൾ യമകിങ്കരന്മാർ അജാമിളന്റെ ജീവനെ വെടിഞ്ഞ് യമലോകത്തേക്ക് തിരിച്ചുപോയി. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.